താം തക്കിട തകതിമിതോം തെയ്യം തക്കിട തകതകതോം താം തക്കിട തീയും തെക്കിട തയ്യ തക്കിട തകതകതോം താങ്കിട തകതോം കയ്യത്താങ്കിട കടതകതോം കയ്യ തക്ക തക്കു തിക്കു തരികിട തരികിട തകിട തകിട തകതോം. ദക്ഷയാഗം രണ്ടാം ദീനം കുറത്തിയാട്ടം കഥயை சொல்லான் காடு மேடும் சோலை தாண்டி குறத்தி வந்தேண்டி ஆனா குறவஞ்சி வந்தேண்டி. ശ്രീ പരമേശ്വരനു പ്രിയ പത്നിയല്ലോ ദക്ഷപുത്രി സതീദേവി മോഹമഞ്ജുളാങ്കി. ശങ്കരനും സതിയും അനുരാഗമിഥുനങ്ങൾ പ്രണയരഥത്തിലേറി കേളി വിനോദർ. കാലം കഴിച്ചിടവേ പ്രജാപതിയാഗം നടന്നിടവേ ദക്ഷന്റെ മുന്നിലാ മഹാദേവൻ ഈടത്തിൽ തന്നെ ഇരുന്നു പോലും ബഹുമാനം കൊല്ലും ഇല്ലെന്ന് ദക്ഷനോ കുപിതരായി ചൊല്ലി. പ്രതികാരദാഹിയായി ദക്ഷൻ സ്വന്തമായൊരു യാഗം നടത്തിയിടുന്നു. സർവരെയും ക്ഷണിച്ചു ദക്ഷൻ, ശിവനെ മാത്രം അകറ്റി നിർത്തി. യാഗത്തിനു പോകാനായി ശഠിക്കുന്നു ദാക്ഷായണി, തടുക്കുന്നു മഹാദേവൻ, പിണങ്ങുന്നു ദേവി. ഒടുവിലത്താതെന്റെ യാഗശാലയിൽ സതീദേവി എത്തിയ മാത്രയൊന്നിൽ പ്രതികാര പരിഹാസ ശരമെയ്തിടുന്നു. ദക്ഷന മകളെ കളിയാക്കുന്നു. കണ്ടാലറയ്ക്കും കപാലഹസ്തൻ ചുടലഭസ്മധാരി നിന്റെ പതി, നിബിഡവനം പോലെ ജടമുടിയും